ഡൽഹിയിൽ നടന്ന ചാവേർ ആക്രമണമെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. ഭീകരസംഘടനയായ ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്ത ആക്രമണം നടപ്പാക്കാൻ പഹൽഗാം ഡോക്ടർ സംഘത്തെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ചാവേറായ ഉമർ മുഹമ്മദ് ഈ സംഘത്തിൽപ്പെട്ടയാളാണ്. മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്തപ്പോൾ പദ്ധതി പരാജയപ്പെടാതിരിക്കാൻ ഉമർ ചാവേറായി മാറുകയായിരുന്നു. സ്ഫോടനത്തിലെ അന്വേഷണം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എൻഐക്ക് കൈമാറിയിട്ടുണ്ട്. സ്ഫോടനം നടന്ന ചെങ്കോട്ട പരിസരത്ത് എൻഐഎ സംഘം പരിശോധന നടത്തി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് വീണ്ടും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ സുരക്ഷാവലോകന യോഗവും ചേർന്നു. വിശദാംശങ്ങളുമായി എസ് ശ്രീകാന്ത് ചിരികാണ്. ശ്രീകാന്ത്, ഭീകരാക്രമണം തന്നെ എൻഐഎ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേർന്നു. മറ്റു വിശദാംശങ്ങൾ. നിലവിൽ ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലത്തെ വിവരം നമ്മൾ പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ പോകുന്നത് ഇനി പറയും വിധമാണ്. അതായത് പാകിസ്ഥാനിൽ നിന്നും ജെയ്ഷെ മുഹമ്മദ് അവർ ആസൂത്രണം ചെയ്ത് പഹൽഗാമിലുള്ള ഒരു പറ്റം ഡോക്ടർമാരെ അവർ ഈ ദൗത്യമേൽപ്പിച്ച് ഫരീദാബാദിൽ വന്ന് അവർ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി രാജ്യത്തിന്റെ മെട്രോ നഗരങ്ങളിൽ സ്ഫോടനം നടത്തുക എന്നുള്ളതായിരുന്നു ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം. പക്ഷേ കിട്ടിയ ഇന്റലിജൻസ് ഇൻപുട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഫരീദാബാദിൽ നിന്നും ഗുജറാത്തിൽ നിന്നും കൂട്ട അറസ്റ്റ് നടന്നതോടെ അവരുടെ തന്ത്രം ഫലിക്കാതെ പോകുന്ന ഒരു സാഹചര്യം വന്നു. ഈ അറസ്റ്റിലായി. അതിൽ നിന്നും ഒരാൾ, ഈ പറഞ്ഞ ഉമർ എന്ന് പറയുന്ന ഡോക്ടർ ഉമർ, ആ കൂട്ടത്തിൽ അറസ്റ്റിലായില്ല. അയാൾ രക്ഷപ്പെടാനുള്ള അവസരം അയാൾക്ക് കിട്ടി. അയാളാണ് ഈ കാറുമായി പകുതി വികസിപ്പിച്ച, അത് പൂർണ്ണമായും ആ ബോംബ് വികസിച്ചിരുന്നില്ല അത് എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. ആ ബോംബുമായി അയാൾ വാഹനത്തിൽ കയറി നേരെ റെഡ് ഫോർട്ടിന് സമീപത്തേക്കാണ് വന്നത്. ഏതാണ്ട് 3.5 മണിക്കൂറിലധികം അയാൾ റെഡ് ഫോർട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം 6:52 ആ പീക്ക് ടൈമിൽ അയാൾ ആ സ്ഥലത്തേക്ക് എത്തി. ഈ ബോംബ് പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ചാവേർ ആക്രമണത്തിന് തുല്യമായ ആക്രമണം തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇയാൾ ഈ സ്ഫോടനത്തിൽ ഇയാളും മരിച്ചു എന്നുള്ള വിവരം അതിനോടകം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ എൻഐഎ ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു. അതുമായി അവർ മുന്നോട്ട് പോവുകയാണ്. കശ്മീർ പഹൽഗാം ലിങ്ക് കിട്ടുകയും ജെയ്ഷെ ലിങ്ക് കിട്ടുകയും ചെയ്തതോടെ നാളെ CCS മീറ്റിംഗ് നടക്കുന്നുണ്ട്. 5:30 വൈകിട്ട് CCS മീറ്റിംഗ് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തിട്ടുള്ളത്. സ്വാഭാവികമായും തിരിച്ചടി സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ചാവേർ ആക്രമണത്തിന് തുല്യമായ ആക്രമണം തന്നെയാണ് നടന്നത്. അവിടെ ഈ ആളുകൾ അറസ്റ്റിലായതോടുകൂടി ഇയാൾ പാനിക്കായതിനെ തുടർന്ന് ഈ സ്ഫോടനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലും കിട്ടുന്ന വിവരം. ശരി, ശ്രീകാന്ത് ഡൽഹിയിൽ നിന്നും.